തറാവിഹ് 20 അല്ല 11 എന്ന് കൊണ്ടുവരാൻ വേണ്ടി ഇവർ സ്ഥാപിക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലും അല്ലാത്തപ്പോഴും 11 റക്അത്തിൽ കൂടുതൽ നിസ്കരിച്ചിട്ടില്ല. അവിടെ തന്നെ ഉണ്ട്, ആ ഹദീസിൽ തന്നെ ഉണ്ട് തറാവിഹ് 20 റക്അത്താണ് എന്നുള്ളത്. കാരണം റമളാനിലും അല്ലാത്തപ്പോഴും, റമളാനിൽ മാത്രമേ തറാവീഹ് നിസ്കരിക്കുള്ളൂ, അല്ലാത്തപ്പോൾ തറാവീഹ് ഇല്ല. റമളാനിൽ പ്രത്യേകമാക്കപ്പെട്ട സുന്നത്താണ് തറാവീഹ്, അല്ലാത്തപ്പോഴും 11 നിസ്കരിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിത്രന്റെ കാര്യമാണ്. ജമാഅത്ത് മുജാഹിദുകൾ എല്ലാവരും അംഗീകരിക്കുന്ന ഇവരുടെ അപ്പോസ്തലന്മാരായ ശൈഖന്മാരായ ഇബ്നു തൈമിയ, ഇബ്നു അബ്ദുൽ വഹാബ് തുടങ്ങി ഇവരൊക്കെ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് തറാവീഹ് 20 റക്അത്താണ്. ഉമർ തങ്ങളും സഹാബത്തും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, 20 റക്അത്താണ് നിസ്കരിച്ചിട്ടുള്ളത് എന്നാണ്. അതുപോലും ഇവരെ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ റസൂലുള്ളാഹിനെയും സ്വഹാബത്തിനെയും ഹദീസുകളെയും തള്ളുന്നത് പോലെ ഇബ്നു തൈമിയ, ഇബ്നു അബ്ദുൽ വഹാബിനെയും തള്ളുകയാണ് ഇവര്. അതെ, പരിശുദ്ധമാക്കപ്പെട്ട റമളാനിന്റെ രാത്രിയിൽ ഒരു 20 റക്അത്ത് നിസ്കരിക്കാൻ ഇത്രയും ഇവര് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഇബാദത്തുകളുടെ കാര്യക്ക് എന്താ നമ്മൾ പറയാ? വളരെ കഷ്ടം തന്നെയാണ്. എന്നിട്ട് 20 റക്അത്ത് നിസ്കരിക്കുന്ന ആളുകളെ പിഴപ്പിച്ചിട്ട് നന്മ മുടക്കികളാകുകയാണ് ഇവര്. ഈ നന്മ മുടക്കികളുടെ ഒക്കെ കെണിവലയിൽ കുടുങ്ങി നമ്മളുടെ ഈമാനൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അതെ, പ്രത്യേകിച്ചും ട്രാൻസ്ലേറ്റ് പണ്ഡിതന്മാരുടെ, ഇൻസ്റ്റാ മുഫ്തിമാരുടെ